നല്ല തണുപ്പുള്ള ഒരു പ്രഭാതമാണ്. ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഇന്നത്തെ ചോദ്യം, നീ ഏത് തരത്തിലുള്ള ബലിയാണ് അർപ്പിക്കുന്നത്? നീ എങ്ങനെയാണ് ബലി അർപ്പിക്കുന്നത്? ഹെബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുകയാണ്, നമുക്കെപ്പോഴും സ്തുതിയുടെ ബലി അർപ്പിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് സ്തുതിയുടെ ബലി അർപ്പിക്കേണ്ടത്? വചനം പറയുകയാണ്, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്തുതിയുടെ ബലി അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയേന്ന് വിളിച്ചുകൊണ്ട് വിളിക്കുന്നത് എന്താണ്? ഒരു സ്തുതിയുടെ ബലിയാണ്. എങ്ങനെയാണ് ഈശോയേന്ന് വിളിക്കുന്നത് ഒരു സ്തുതിയുടെ ബലിയായി തീരുന്നത്? ഹോസാന എന്ന വാക്ക് കർത്താവേ രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഈശോയെ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൈവമേ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ ദൈവം രക്ഷിക്കുന്നവനാകുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് യേശുവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ ഏറ്റുപറയുന്നതിനെയാണ് സ്തുതി എന്ന് പറയുന്നത്. അച്ഛൻ ആവർത്തിച്ച് പറയാം, ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ ഏറ്റുപറയുന്നതിനെയാണ് എന്തു പറയുന്നത്? സ്തുതിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ ഒരാളോട് പറയാണ്, ഒരാളൊരു നല്ല പ്രവൃത്തി ചെയ്തു, അയാളോട് പറയാണ്, ആ ചെയ്തത് നന്നായി. അതെന്താണ്? ഒരു പ്രശംസയാണ്, ഒരു സ്തുതിപ്പാണ്. ഹല്ലേലൂയ, ആ ചെയ്തത് വളരെ നന്നായി, പാട്ടുപാടിയത് നന്നായി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്തുതിപ്പാണ്. അപ്പോൾ ആ സ്തുതിപ്പ് ഒരു കർത്താവിനോടാകുമ്പോൾ അതെന്താണ്? മനുഷ്യരോടാകുമ്പോൾ അതൊരു പ്രശംസയാണ്. കർത്താവിനോടാകുമ്പോൾ അതൊരു സ്തുതിപ്പാണ്. അപ്പോൾ ആ സ്തുതിപ്പ് ദൈവം രക്ഷിക്കുന്നു, ദൈവമേ രക്ഷിക്കണമേ, ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു എന്ന് അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്തുതിയുടെ ബലി അർപ്പിക്കാം. ആ സ്തുതിയുടെ ബലിയുടെ മറ്റൊരു പേരാണ് അധരഫലം എന്ന് പറയുന്നത്. എന്താണ്? അപ്പോ നമുക്ക് നമ്മുടെ മരങ്ങളിൽ നിന്ന് റംബൂട്ടാൻ കിട്ടുന്നത് പോലെയല്ല, അതിന് ഓരോന്നിലും ഓരോ ഫലമുണ്ട്. മാങ്ങയുണ്ട്, ചക്കയുണ്ട്, റംബൂട്ടാനുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫലങ്ങളുണ്ട് ഓരോ മരത്തിന്. മനുഷ്യന്റെ അധരത്തിൽ നിന്ന് വരുന്ന ഫലത്തെയാണ് അധരഫലം എന്ന് പറയുന്നത്. ഏത് ഫലമാണത്? ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന അധരങ്ങളുടെ ഫലങ്ങൾ നമുക്ക് സ്തുതിയുടെ ബലിയായി അർപ്പിക്കാം. കേടിച്ച കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ആ ഒരു ബോധ്യത്തോടുകൂടെ ഇന്നത്തെ ഈ ദിവ്യബലിയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന് ലഭിച്ച അവസരങ്ങൾ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ പോയ സമയങ്ങളുണ്ട്. ദൈവസ്തുതികൾ ആലപിക്കുന്നതിന് പകരം ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ നിങ്ങളുടെ ചർച്ചകളിൽ ഏർപ്പെട്ട് സമയം പാഴാക്കി കളഞ്ഞ സമയങ്ങളുണ്ട്. നമുക്കവയൊക്കെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് നിരന്തരം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരും സ്തുതിയുടെ കൃതജ്ഞതയുടെ ബലിയർപ്പിക്കുന്നവരുമായി തീരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് വന്നു പോയിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് അനുദപിച്ച് യേശുനാമം വിളിച്ച് പരിഹാരം ചെയ്യാം. ഈശോ